പ്രവീൺ, പത്തനംതിട്ടയിൽ ഏത് ബൂത്തിന് മുന്നിലാണ് പ്രവീൺ ഉള്ളത്? അവിടുത്തെ പോരാട്ടം ശക്തമായ ശ്രദ്ധേയമായ പോരാട്ടമാണ്. ആന്റണി, അനിൽ ആന്റണി, തോമസ് ഐസക്, ഈ പോരാട്ടത്തിൽ അവിടെ വോട്ട് ചെയ്യുന്നത് ആന്റോ മാത്രമായിരിക്കും തോന്നുന്നു, അല്ലേ? അതേ സ്മൃതി, പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളിൽ ആന്റണിക്ക് മാത്രമാണ് ഈ മണ്ഡലത്തിൽ വോട്ടുള്ളത്. തോമസ് ഐസക്കിനും ഒപ്പം തന്നെ അനിൽ ആന്റണിക്കും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലാണ് വോട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അടൂരിലെ 86-ാം നമ്പർ പോളിംഗ് ബൂത്തിലാണ്. ഈ പോളിംഗ് ബൂത്തിൻ്റെ ഒരു പ്രത്യേകത, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് വോട്ട് ചെയ്യുന്ന പോളിംഗ് ബൂത്താണ് ഇതെന്നുള്ളതാണ്. ഈ ബൂത്തിൽ തന്നെയായിരിക്കും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറും വോട്ട് ചെയ്യുക. ആന്റോ ആന്റണി, UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി പത്തനംതിട്ട കാതോലിക്കറ്റ് സ്കൂളിലാണ് വോട്ട് ചെയ്യുക. അടൂർ പ്രകാശ് ഇങ്ങോട്ടേക്ക് 7:15 വോട്ട് ചെയ്യാൻ എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തൊട്ടുപുറകെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറും എത്തും. ആന്റോ ആന്റണി, UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി രാവിലെ 8:30-ക്ക് ശേഷമായിരിക്കും പോളിംഗ് ബൂത്തിലേക്ക് എത്തുക എന്നാണ് കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു VIP ഉള്ളത് മന്ത്രി വീണ ജോർജാണ്. വീണ ജോർജിനും പത്തനംതിട്ട മൈലപ്രയിലാണ് വോട്ടുള്ളത്. അതും 8 മണിക്ക് ശേഷമായിരിക്കും വോട്ട് രേഖപ്പെടുത്തുക. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ വാശിയേറിയ പോരാട്ടം തന്നെ നടക്കുന്നു. ഇപ്പോൾ ഈ പോളിംഗ് ബൂത്തിനുള്ളിലെ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. പോളിംഗ് ഉദ്യോഗസ്ഥരൊക്കെ രാവിലെ തന്നെ എത്തിയിരുന്നു. മോക്ക് പോൾ പ്രക്രിയകളാണ് നടക്കുന്നത്. ഇതിനിടെ ഒരു VVPAT മെഷീൻ പ്രവർത്തിച്ചില്ല എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. പത്തനംതിട്ട വെട്ടൂർ 22-ാം നമ്പർ ബൂത്തിലെ VVPAT മെഷീൻ പ്രവർത്തിച്ചില്ല. മോക്ക് പോളിലാണ് തകരാർ കണ്ടെത്തിയത്. പക്ഷേ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പുതിയ VVPAT മെഷീൻ എത്തിക്കും എന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വാശിയേറിയ പോരാട്ടം നടക്കുന്നു. UDF-ഉം LDF-ഉം NDA-യും തമ്മിൽ വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ഇവിടെ ലൈവ് വെബ്കാസ്റ്റിങ്ങിന് 808 ബൂത്തുകളിൽ അതിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ശരി പ്രവീൺ, ഏതായാലും അടൂർ പ്രകാശ്, ചിറ്റിയം ഗോപകുമാർ അടക്കമുള്ള പ്രമുഖർ വോട്ട് ചെയ്യുന്ന മണ്ഡലമാണ് പത്തനംതിട്ടയിൽ. നേതാക്കൾ രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്യാനാണ് സാധ്യത എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രവീൺ പുരുഷോത്തമാണ് അടൂരിലെ ബൂത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഉദ്യോഗസ്ഥർ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. സംസ്ഥാനത്ത് 194 സ്ഥാനാർത്ഥികളുടെ വിധിയെഴുത്താണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. 2.77 കോടി വോട്ടർമാരാണ് ഇന്ന് വോട്ട് രേഖപ്പെടുത്താനുള്ളത്. 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. മറ്റ് 12 സംസ്ഥാനങ്ങളിലെ 68 മണ്ഡലങ്ങളും ഇന്ന് വിധിയെഴുത്തുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടമാണ് ഇപ്പോൾ നടക്കാനിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ വോട്ടർ തിരിച്ചറിയൽ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട് തുടങ്ങി 13 അംഗീകൃത രേഖകളുമായി എത്തിയാൽ വോട്ട് ചെയ്യാനും അതിലേതെങ്കിലും ഒന്നുമായി എത്തിയാൽ വോട്ട് ചെയ്യാനാകുമെന്നുള്ള കാര്യം നേരത്തെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുകയുണ്ടായി.